യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കുരുടന്റെ സൗഖ്യം. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 48-ാം വാക്യം. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. യേശു എരിഹോവിലെത്തി ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ പുറപ്പെടുമ്പോൾ ഒരു കുരുടൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വഴിയരികെ ഇരുന്നിരുന്നു. പുരുഷാരൻ കടന്നു പോകുന്നത് കേട്ടു. ഇതെന്തെന്ന് അവൻ ചോദിച്ചു. നസറേനായ യേശു കടന്നു പോകുന്നു എന്ന് അവർ അവനോട് അറിയിച്ചു. അവൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കം നിലവിളിച്ചു. മിണ്ടാതിരിക്കുവാൻ പലരും അവനെ ശാസിച്ചിട്ടും അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. യേശു നിന്നു അവനെ വിളിക്കുവീൻ എന്ന് പറഞ്ഞു. അവൻ തന്റെ പുതപ്പിട്ടിട്ട് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ ചെന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. പോകുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ കുരുടനായ വ്യക്തി തന്നെ പലരും ശാസിച്ചിട്ടും അവൻ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്നത് നിർത്തിയില്ല. അവന് മനസ്സിലായി, എനിക്ക് കാഴ്ച നൽകുവാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഉള്ളൂ എന്ന്. അത് നസ്രനായ യേശുവാണെന്ന്. എന്നോട് കരുണ കാണിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തു എന്ന് അവന് ഉറപ്പായിട്ടും വിശ്വാസമുണ്ടായിരുന്നു. ഒന്ന്, കുരുടന്റെ വിശ്വാസം. കുരുടനായ വ്യക്തിക്ക് അചഞ്ചലമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു. താൻ വിളിക്കുന്ന ദൈവം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നവനാണെന്നും എന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്നവൻ ആണെന്നുമുള്ള ഉറപ്പ് അവനുണ്ടായിരുന്നു. ഇതുപോലെ നാം നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് പറയുമ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമാണ്, എനിക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്, ഞാൻ ചോദിക്കുന്ന എന്റെ ആഗ്രഹങ്ങളെ നൽകി തരുന്ന ഒരു ദൈവമാണ്. ഈ ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉറപ്പിന്മേൽ, വിശ്വാസത്തിലുള്ള ഉറപ്പിന്മേൽ ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരും. കുരുടന് തന്റെ ദൈവം ആരെന്ന വെളിപ്പാടുണ്ടായിരുന്നു. യേശു വാഗ്ദത്ത മശിഹ എന്ന വെളിപ്പാട് കുരുടനുണ്ടായിരുന്നു. ഇതുപോലെ നാം നമ്മുടെ ദൈവത്തിന്റെ അളവറ്റ വലിപ്പം മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മുടെ ദൈവത്തിന്റെ അളവറ്റ വലിപ്പം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. കുരുടന് തന്റെ ദൈവം കരുണ കാണിക്കുന്ന ദൈവം എന്നുള്ള വെളിപ്പാടുണ്ടായിരുന്നു. പലരും കുരുടനെ ശാസിച്ചിട്ടും അവൻ മിണ്ടാതിരുന്നില്ല. അവൻ ഉറക്കം നിലവിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്ന്. ഇതുപോലെ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. എന്നോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ്, എന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണ്, എന്റെ നിലവിളിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവമാണ്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എത്ര സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മളോട് കൂടെയുള്ളത്. അവൻ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുന്ന ദൈവമാണ്. നമ്മളെ ഒരിക്കലും കൈവിടാത്ത ദൈവമാണ്. നമ്മളെ മുമ്പോട്ട് നയിക്കുന്ന ദൈവമാണ്. വചനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായിരിക്കും, അവരുടെ മുഖമോ ലജ്ജിച്ചു പോകയില്ല എന്ന്. കർത്താവിന്റെ മുഖത്തേക്ക് മാത്രം നോക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖം പ്രകാശിക്കുവാൻ തക്കവണ്ണം സകല പ്രശ്നത്തിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരികയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഈ വചനം കേൾക്കുന്ന വ്യക്തികൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഭാരമോ പ്രയാസമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ കർത്താവെ, നിന്റെ അദൃശ്യ കരം നീട്ടി പൂർണ്ണ വിടുതലിനെ കൊടുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മഹത്വം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവരുടെ ഏത് പ്രശ്നമായാലും ആ പ്രശ്നത്തിന് ഉള്ള പരിഹാരം അങ്ങ് നൽകുമാറാകണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.